ഹായ് ഓൾ. ഇന്നത്തെ റെസിപ്പി ഇടുക്കി സ്പെഷ്യൽ എല്ലും കപ്പയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇതിനായിട്ട് ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എല്ലും കപ്പ എന്നാണ് പറയുക. ചിലയിടത്ത് ഏഷ്യാഡ്, ചിലയിടത്ത് കപ്പ ബിരിയാണി, അങ്ങനെ പല പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? അങ്ങനെ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മതിയാവും. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നൈസായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിലയിടത്തൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പം അതിൽ ഈ തേങ്ങാപ്പീര, അതുപോലെ തന്നെ തേങ്ങ കൊത്ത് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ നമ്മളിതിൽ ഒന്നും ചേർക്കുന്നില്ല. കാരണം ഇതാണ് ഇതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ്. അതിൽ വേറെ തേങ്ങാപ്പീരയോ ഇതൊന്നും ആഡ് ചെയ്താൽ ആ ഒരു ടേസ്റ്റേ മാറും. ഇതാണ് ഒറിജിനൽ ടേസ്റ്റ്. ഞാനിനി ഇതിലേക്ക് ഒരു 2 മീഡിയം സവോള സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാണ്. ഒരു മീഡിയം തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തതാണ്. ഇതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഒരല്പം മതിയാവും. ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം മീറ്റ് മസാല. ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ഇടാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ബീഫിൻ്റെ അളവിനനുസരിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ടിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല കുറച്ച് ഡ്രൈ ആണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇനി കപ്പയിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം. അരപ്പിനായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ, ഒരു പച്ചമുളക്, 10 ചുവന്നുള്ളി, പിന്നെ കുറച്ചൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ നുറുക്കി വേവിച്ച കപ്പയാണ്. വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നേ. ഇനി നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി ഉടച്ച് വെക്കണ്ട, കാരണം നമ്മൾ ബീഫ് ഇടുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് മതിയാവും. നമുക്കിനി ഇതിലേക്കുള്ള എല്ല് റെഡിയാക്കാം. ഞാനിത് ഓൾറെഡി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ എല്ലോട് കൂടിയ പീസാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ്സും എടുക്കാം. പക്ഷേ എല്ലുണ്ടെങ്കിലേ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ആഡ് ചെയ്യാം. കപ്പയുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. ഒത്തിരി ചേർക്കണ്ട. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ് ആവണം. എല്ലാം ഒന്നും മാറി കിടക്കരുത്. എനിക്ക് അമ്മയാണ് ഇവിടെ മിക്സ് ചെയ്ത് തരുന്നത്.
അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ സലാസും നാരങ്ങാച്ചാറുമാണ്. സലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സാലഡിൽ തൈര് ചേർക്കില്ല, തൈര് ചേർക്കാത്തതിന് സലാസ് എന്നും തൈര് ചേർത്ത് അതിന് സാലഡ് എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാ പറയുക?